ലഅല്ലക്കും തത്തഖൂൻ. ബഹുമാന ആദരവുള്ള സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ കേന്ദ്ര മുഷാവറ അംഗം ഉസ്താദ് എ.വി. അബ്ദുറഹ്മാൻ മുസ്ലിയാർ, ബഹുമാനപ്പെട്ട സയ്യിദ് ഷാക്കിർ തങ്ങൾ, അബ്ദുൽ ഹക്കീം തങ്ങൾ, ടി.കെ.സി. അബ്ദുൽ ഖാദർ ഹാജി തുടങ്ങി SKSSFിൻ്റെയും സുന്നി സെൻറ്ററിൻ്റെയും നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, പണ്ഡിതരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ കൂടൽ സാലിഹായ അമലായി കബൂൽ ചെയ്യുമാറാവട്ടെ. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ 100ാം വാർഷിക ആചരണത്തിൻ്റെ പ്രചാരണത്തിൻ്റെ ഭാഗമായി ദുബായ് SKSSFും സത്യധാരയും സംയുക്തമായി സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ സമസ്തയുടെ ആദരണീയനായ പ്രസിഡന്റ് സയ്യിദുന സയ്യിദുൽ ഉലമ സയ്യിദ് മുത്തുക്കോയ ജിഫ്രി തങ്ങളുടെ സാന്നിധ്യവും ബഹുമാനപ്പെട്ട എ.വി. ഉസ്താദിന്റെ സാന്നിധ്യവും അങ്ങനെ നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യം കൊണ്ട് ഏറെ അനുഗ്രഹീതവും ഏറെ അനിവാര്യവുമായ ഒരു സന്ദർഭത്തിലാണ് നാം ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമായെ സംബന്ധിച്ചിടത്തോളം വളരെ അനിവാര്യമായ ഒരു ഘട്ടത്തിൽ അക്കാലത്തുള്ള പണ്ഡിതന്മാരും സാദാത്തുക്കളും അവരവർക്ക് നിർബന്ധമായ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു സംഘടിത രൂപം, ഒരു സംഘടനയെ രൂപീകരിച്ചത് എന്ന് നമുക്കറിയാം. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് അതിൻ്റെതായ അടിസ്ഥാന പ്രമാണങ്ങളുണ്ട്. അടിസ്ഥാനപരമായ വിശ്വാസവും അതിൻ്റെ ആരാധനാ കർമ്മങ്ങളും അതിൻ്റെതായ നിയമങ്ങളും അതിൻ്റെതായ നിലപാടുകളും ഒക്കെയുണ്ട്. അടിസ്ഥാനപരമായ പ്രമാണങ്ങളെ മനസ്സിലാക്കുമ്പോൾ മഹാന്മാരായ സ്വഹാബത്ത് മുതൽക്ക് മുസ്ലിം ഉമ്മത്ത് കാലമിത്രയായി നിലനിർത്തിപ്പോന്ന ഒരു നിലപാടുണ്ട്. ആ സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയത് പ്രകാരം പ്രമാണങ്ങളെ ഉൾക്കൊള്ളണം. അടിസ്ഥാനപരമായ ആരാധനാ കർമ്മങ്ങളിലും അതുപോലെയുള്ള നിയമങ്ങളിലും നിലപാടുകളിലും അക്കാലഘട്ടം മുതൽക്ക് ഇവിടെ നിലനിന്നു പോന്ന ആ പാരമ്പര്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ടായിരിക്കണം അതൊക്കെയും ഉൾക്കൊള്ളേണ്ടത്, സ്വീകരിക്കേണ്ടത് എന്നതാണ് കൃത്യമായ ശരിയായ ആ നിലപാട്. കേരളത്തിൽ മതത്തിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾ ധാരാളമുണ്ടെങ്കിലും ഈ ഒരു നിലപാട് കൃത്യമായി കൊണ്ടു നടക്കുന്നതും വിളംബരം ചെയ്യുന്നതും പ്രചരിപ്പിക്കുന്നതും ഏറ്റവും മുഖ്യമായി ആധികാരികമായി സമസ്ത കേരള ജമിയത്തുൽ ഉലമ മാത്രമാണ്. അതിനെതിരായി പ്രവർത്തിക്കുന്നവരൊക്കെയും വഴിപിഴച്ചവരാണ്. അവരൊക്കെയും നരകത്തിലേക്കുള്ള ക്ഷണിതാക്കളും നരകത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നവരാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിശ്വാസം നമ്മെ പഠിപ്പിച്ചത്, നമ്മുടെ ആരാധനാ കർമ്മങ്ങൾ നമ്മെ പഠിപ്പിച്ചത്, നാം നമ്മുടെ ദീനിനെ ഉൾക്കൊണ്ടത് ഈ കാണുന്ന സമസ്തയിൽ നിന്നാണ്. ഈ ഉലമാക്കളാണ് നമ്മുടെ ദീനിനെ നമ്മൾ പഠിപ്പിച്ചത്. അവർ പഠിപ്പിച്ചതനുസരിച്ചാണ് നാം നമ്മുടെ ദീനിനെ സ്വീകരിച്ചതും കൊണ്ടു നടന്നതും വളർന്നു വന്നതും. നമ്മുടെ തലമുറകളൊക്കെയും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ തന്റെ ഈമാൻ നഷ്ടപ്പെടാതെ ആഖിറത്തെ കുറിച്ച് കൃത്യമായ ബോധ്യമുള്ള ഹിദായത്ത് നിലനിർത്തണമെന്ന കൃത്യനിഷ്ഠതയുള്ള ഒരു ആത്മാർത്ഥതയുള്ള മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ സമസ്തക്കപ്പുറം മറ്റൊന്നില്ല. അവന്റെ സമസ്തക്ക് മീതെ അവന്റെ ദീനാണ് അവന്റെ സമസ്ത. അതിനപ്പുറം മറ്റൊരു നിലപാടില്ല. ആ സമസ്തന്റെ ഉലമാക്കൾ എന്താണോ അവനോട് ഉപദേശിക്കുന്നത്, അവരെന്ത് തീരുമാനമെടുക്കുന്നു, അവരെന്തൊക്കെ നിലപാടെടുക്കുന്നു, അതിനെ അക്ഷരം പ്രതി സ്വീകരിക്കുകയും നെഞ്ചേറ്റുകയും ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമായ മനുഷ്യൻ ചെയ്യേണ്ടത്. അതാണ് ഹക്കായ വഴി. അതാണ് മനുഷ്യന് ദുനിയാവും ആഖിറവും രക്ഷപ്പെടാനുള്ള ഒരേ ഒരു മാർഗം. ഈ നിലപാട് ആ മഹാന്മാരായ പണ്ഡിതന്മാരെ പിൻപറ്റിയും കൊണ്ട് മാത്രമേ പ്രമാണങ്ങളെ ഉൾക്കൊള്ളുകയും ദീനിനെ സ്വീകരിക്കുകയും ചെയ്യാൻ പാടുള്ളൂ എന്ന ഈ നിലപാട്, അത് മഹാന്മാരായ പണ്ഡിതന്മാർ അത് കാലഘട്ടങ്ങളായി ഇവിടെ പഠിപ്പിച്ചു പോകുന്ന നിലപാടാണ്. സമസ്ത മാത്രമാക്കി ഉണ്ടാക്കിയെടുത്തതല്ല. ഇമാം ഇബ്നു കസീർ തഫ്സീറിൽ പറയുന്ന ഒരു ഇബാറത്ത് നമുക്ക് കാണാം. വഹാദിഹിൽ ഉമ്മത്തു അയ്ളൻ ഇഖ്തലഫു ഫീമാ ബൈനഹും അലാ നിഹലിൻ കുല്ലുഹാ ളലാലത്തുൻ ഇല്ലാ വാഹിദ വഹും അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ
المتمسكون بكتاب الله تعالى وسنة رسول الله صلى الله عليه وسلم وبما كان عليه الصدر الأول من الصحابة والتابعين وأئمة المسلمين في قديم الدهر وحديثه. ആരാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ? ഈ ഉമ്മത്തും ധാരാളം വിഭാഗങ്ങളായി ദീനിന്റെ പേരിൽ ഭിന്നിച്ചിട്ടുണ്ട്, ഉണ്ടാകും. അതൊക്കെയും ദലാലത്താണ്, പിഴച്ചതാണ്. ഒരൊറ്റ വിഭാഗമൊഴികെ വഹും അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ, അത് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ വിഭാഗമാണ്. ആരാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ? അൽ മുതമസ്സികൂന ബികിതാബില്ലാഹി, അല്ലാഹുവിന്റെ കിതാബിനെ പ്രമാണമായി അംഗീകരിച്ചു കൊള്ളണം. വസുന്നത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെ പ്രമാണമായി അംഗീകരിച്ചു കൊള്ളണം. അതെങ്ങനെ വേണം? അത് മഹാന്മാരായ പണ്ഡിതന്മാർ കൃത്യമായി പറഞ്ഞു. വബിമാ കാന അലൈഹി സദറുൽ അവ്വലു മിനസ് സ്വഹാബത്തി വത്താബിഈൻ, ഈ ഉമ്മത്തിന്റെ ആദ്യ കണ്ണി മുതൽക്ക് സ്വഹാബത്ത് താബിഈങ്ങൾ മുതൽക്ക് തലമുറകളായി ഇവിടെ കൈമാറി കിട്ടിപ്പോന്നു. വഅയിമ്മത്തിൽ മുസ്ലിമീന ഫീ ഖദീമിദ് ദഹ്രി വഹദീസി, പഴയ കാലഘട്ടങ്ങളിലും പിൽക്കാലത്തും മുസ്ലിമീങ്ങൾ ഇമാമുമാരെന്ന് വിളിക്കുന്ന മുസ്ലിമീങ്ങളുടെ ഇമാമുമാർ ഇവിടെ എന്താണോ പഠിപ്പിച്ചത്, ഏത് നിലപാടാണോ അവരിവിടെ കാണിച്ചു തന്നത്, അവരെന്താണോ ഇവിടെ വിവരിച്ചത്, അതനുസരിച്ച് ദീനിനെ സ്വീകരിക്കുക, പ്രമാണങ്ങളെ സ്വീകരിക്കുക. ഇവരാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. ഇതാരാണ് ഇവിടെ നടപ്പിലാക്കുന്നത്? ഇത് അവകാശപ്പെടാൻ ആർക്കാണ് ഇവിടെ സാധിക്കുന്നത്? ഇത് മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ വകയായി പറഞ്ഞതല്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായ കാര്യം പഠിപ്പിക്കുന്നുണ്ട്. ഖുർആനിനെയും സുന്നത്തിനെയും മുറുകെ പിടിക്കണമെന്ന് പഠിപ്പിച്ച റസൂലുള്ളാഹി വളരെ കൃത്യമായി ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ പറയുന്നത് കാണാം. അലൈക്കും ബിൽ ജമാഅ വഇയ്യാകും വൽ ഫുർഖാൻ, ജമാഅത്ത് മുറുകെ പിടിക്കണം, ഖുർആനും സുന്നത്തും മുറുകെ പിടിക്കണമെന്ന് പഠിപ്പിച്ച റസൂലുള്ളാഹി. അലൈക്കും ബിൽ ജമാഅ, ജമാഅത്ത് മുറുകെ പിടിക്കണം. ആരാണ് ഈ ജമാഅത്ത്? ഇമാം ബുഖാരി സഹീഹിൽ കിതാബുൽ ഇഅ്തിസാമിൽ ബാബു ഖൗലില്ലാഹി തആല വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസതൻ എന്ന് പറയുന്ന അധ്യായത്തിൽ ഇമാം ബുഖാരി ഈ ഹദീസിന്റെ അർത്ഥം പറയുന്നുണ്ട്. വമാ അമറൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലുസൂമിൽ ജമാഅ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാം തുർമുദിയും മറ്റും റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ജമാഅത്ത് മുറുകെ പിടിക്കണമെന്ന് പറഞ്ഞത് ആരാണത്? വഹും അഹ്ലുൽ ഇൽമി. ഇത് ഇമാം ബുഖാരി പറഞ്ഞതാണ്. വഹും അഹ്ലുൽ ഇൽമി, ആലിമീങ്ങളെ മുറുകെ പിടിക്കാനാണ് ആ പറഞ്ഞത്. ഖുർആനും സുന്നത്തും മുറുകെ പിടിക്കാൻ കൽപ്പിച്ച റസൂലുള്ളാഹി അതെങ്ങനെ സാധ്യമാക്കണം, അതെങ്ങനെ പ്രാവർത്തികമാക്കണമെന്ന് കൂടി പഠിപ്പിച്ചു. പണ്ഡിതന്മാരെ മുറുകെ പിടിച്ചുകൊണ്ട് അതിനെ കുറിച്ച് കൃത്യമായ തിരിച്ചറിവുള്ള ഉലമാവിനെ മുറുകെ പിടിച്ചുകൊണ്ടായിരിക്കണം ഖുർആനും സുന്നത്തും മുറുകെ പിടിക്കേണ്ടത്. ഇതെവിടെ കൊണ്ടുപോയി ഒളിപ്പിച്ചു? ഖുർആൻ സുന്നത്ത് മുറുകെ പിടിക്കാൻ പറയുമ്പോ ഇതെവിടെ കൊണ്ടുപോയി പൂഴ്ത്തിവെച്ചു? അള്ളാഹുവിന്റെ റസൂലല്ലേ ഈ പഠിപ്പിക്കുന്നത്? അതില്ലാതിരുന്നാൽ അതൊക്കെയും നരകത്തിലേക്കുള്ള വഴിയാണ്. അതുകൊണ്ടാണ് ഇത്രയും കൃത്യമായി ഗൗരവത്തോടെ ഈ കാര്യം നമ്മുടെ പണ്ഡിതന്മാർ നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ഇതിന്റെ കാരണം? വചനങ്ങളെ വ്യാഖ്യാനിക്കാൻ കഴിയും. ഒരു വചനം കൈമാറി കിട്ടുമ്പോ അതിനെ പലതരത്തിലും ഇഷ്ടമുള്ളതുപോലെ വ്യാഖ്യാനിക്കാൻ ആർക്കും സാധിക്കും. പക്ഷേ മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ പലപ്പോഴും ഊന്നി പറയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. എന്തിന് 23 വർഷക്കാലഘട്ടം ഇവിടെ പ്രവർത്തിച്ചു റസൂലുള്ളാഹി? ഖുർആൻ തിബിയാനൻ ലികുല്ലി ഷൈഇൻ, എല്ലാം വിവരണമായി പറയപ്പെട്ട ഖുർആൻ ഇവിടെ ഉണ്ടല്ലോ. ഈ ഖുർആൻ കൈമാറി കൊടുത്താൽ പോരെ? അത് മുറുകെ പിടിച്ചാൽ പോരെ? 23 കൊല്ലക്കാലഘട്ടം റസൂലുള്ളാഹി ഇവിടെ എന്ത് ചെയ്തു? എന്താണ് അതിന്റെ ആവശ്യം? അതെ, വചനങ്ങളെ വ്യാഖ്യാനിക്കാം, ഇഷ്ടമുള്ളതുപോലെ വ്യാഖ്യാനിക്കാൻ കഴിയും. അത് ആ ഒരു ദുർവ്യാഖ്യാനങ്ങളെ തടയുന്നതിന് വേണ്ടി വചനങ്ങളെ പറഞ്ഞു കൊടുക്കുകയും അതിന്റെ കൃത്യമായ പ്രവർത്തന രൂപം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേതൃത്വത്തിൽ സ്വഹാബത്തിനെ കൊണ്ട് പ്രവർത്തിപ്പിച്ച് കാണിക്കുകയാണ് ചെയ്തിരുന്നത്. പിന്നെ വ്യാഖ്യാനങ്ങളില്ല. ആ വ്യാഖ്യാനമാണ് പഴയ കാലഘട്ടങ്ങളിൽ തൗറാത്ത് ഇഞ്ചീലിന് സംഭവിച്ചു പോയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുമ്പ് തൗറാത്ത് ഇഞ്ചീലിന്റെ സമൂഹത്തെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, യുഹർരിഫൂനൽ കലിമ അൻ മവാദിഇ. ബഹുമാനപ്പെട്ട ശൈഖുന അവിടെ വേറൊരു രൂപത്തിൽ വിശദീകരണം നൽകാറുണ്ട്.
യുഹർരിഫൂനൽ കലിമ അൻ മവാദിഇ, പദങ്ങളെ മാറ്റി സ്ഥാപിച്ചു എന്നല്ല. തൗറാത്ത് ഇൻജീലിന്റെ പദങ്ങളെ മറ്റു സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിച്ചു, തിരുത്തലുകൾ വരുത്തി എന്നല്ല. മറിച്ച് ഓരോ പദത്തിനും അത് നിശ്ചയിക്കപ്പെട്ട അതിന്റെ മൗലൂആയ മആനികളുണ്ട്, മഅനകളുണ്ട്. മൗലൂആണ് പദങ്ങൾ, മഅനകൾക്ക് വേണ്ടി മൗലൂആണ്. ആ മൗലൂഅ മാറ്റി മറ്റൊരു മഅന നൽകി വ്യാഖ്യാനം മാറ്റുക. യുഹർരിഫൂനൽ കലിമ, കലിമിന് നൽകേണ്ടുന്ന യഥാർത്ഥ മഅന അതിനെ മാറ്റി മറ്റൊരു മഅന നൽകുക, ദുർവ്യാഖ്യാനം നൽകുക. ഇതാണ് അവർ ചെയ്തത്. ഇത് പരിശുദ്ധ ഖുർആനിന് ഒരിക്കലും സംഭവിച്ചുകൂടാ. ഇനി ഇവിടെ പ്രവാചകൻ വരാനില്ല. ഖിയാമത്ത് നാൾ വരെ എങ്ങനെയാണോ ഇതിവിടെ അവതരിപ്പിക്കപ്പെട്ടത്, എങ്ങനെയാണോ ഇവിടെ കൈമാറപ്പെട്ടത്, അപ്രകാരം തന്നെ നിലനിർത്തപ്പെടണം. ദുർവ്യാഖ്യാനത്തിനുള്ള പഴുതടക്കണം. അതിനാണ് സ്വഹാബത്തിനെ കൊണ്ട് ഇതിന്റെ പ്രവർത്തന രൂപം അല്ലാഹുവിന്റെ റസൂൽ കാണിച്ചു കൊടുക്കുകയായിരുന്നു 23 വർഷക്കാലഘട്ടം. ഇനി ഇവിടെ വ്യാഖ്യാനങ്ങൾക്ക് വഴിയില്ല. അത്തരം വ്യാഖ്യാനങ്ങൾ ഈ സ്വഹാബത്ത് മുതൽക്ക് തലമുറകളായി നമുക്ക് കൈമാറി കിട്ടിയ ആ ഒരു രീതി, സമസ്ത ഇവിടെ വിഭാവനം ചെയ്യുന്ന ആ ഒരു രീതി, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്ന ഈ രീതി വിട്ട് കളിച്ചപ്പോൾ എന്താണ് ഈ ആയത്തിൽ പറഞ്ഞത്? എന്താണ് ഈ ആയത്തിന്റെ തഫ്സീർ? അല്ലാഹു എന്താണ് ഇതിൽ കൽപ്പിക്കുന്നത്? അത് അലാമ അലൈഹി അമലു അഹ്ലിൽ ഇസ്ലാം മിമ്മാ തലഖൗഹു ഖർനൻ ബഅദ ഖർനിൻ വഖലഫൻ അൻ സലഫിൻ. എന്താണ് ഈ ആയത്തിൽ പറഞ്ഞത്? അതെന്താണ്? അത് സ്വഹാബത്ത് മുതൽക്ക് തലമുറകളായി പിൻഗാമികൾക്ക് മുൻഗാമികളിൽ നിന്നായി എന്താണോ ഈ ആയത്തിൽ പറഞ്ഞത് എന്ന് പ്രവർത്തിച്ചു വന്നത് തന്നെ അതിന്റെ തഫ്സീർ. അതെന്താ? 5 വക്ത് നിസ്കരിക്കണോ? ഈ ഒരു രീതി വിട്ട് അത് പഴഞ്ചനാണ്. അത് മുൻഗാമികളുടെ പിതാക്കന്മാരിലൂടെ കൈമാറി കിട്ടിയ ദീനാണ്. പ്രമാണങ്ങൾക്കാണ് പ്രാമുഖ്യം. അതുകൊണ്ട് പ്രമാണം പരിശോധിച്ച് തീരുമാനമെടുക്കണമെന്ന നിലപാടുകാരൻ സ്വതന്ത്രമായി ഈ ഒരു രീതി വിട്ട് നേരിട്ട് ഖുർആനിനെ വ്യാഖ്യാനിക്കാൻ മുതിർന്നപ്പോൾ അഖിമിസ്സലാത്ത ലിദുലൂകി ശംസി എന്ന് തുടങ്ങുന്ന ആയത്തിൽ പരാമർശിച്ചത് 3 വക്തായി പോയി. അവൻ ഖുർആൻ സുന്നത്തിന്റെ വാഹകനാണ്. അവന്റെ പാർട്ടിയുടെ പേര് ഖുർആൻ സുന്നത്ത് സൊസൈറ്റി എന്നാണ്. എന്താണ് അയാൾ പറഞ്ഞതിന്റെ ചുരുക്കം? 2 വക്ത് നമസ്കാരങ്ങൾക്ക് ഖുർആൻ സുന്നത്തിൽ പ്രമാണമില്ല. 2 വക്ത് നമസ്കാരങ്ങൾക്ക് ഖുർആൻ സുന്നത്തിൽ അടിസ്ഥാനമില്ല. ഈ പിഴവെങ്ങനെ സംഭവിച്ചു? ഇവിടെ സമസ്ത വിഭാവനം ചെയ്യുന്ന ആ മാർഗം വിട്ട് കളിച്ചപ്പോൾ ഇസ്ലാമിന്റെ പുറത്തേക്ക് കടക്കേണ്ടി വന്നു. ആരുടെ പേരിൽ? ഇസ്ലാമിന്റെ പേരിൽ. ഖുർആൻ സുന്നത്ത് സൊസൈറ്റിയുടെ പേരിൽ ഇസ്ലാമിന്റെ പുറത്തേക്ക് വലിച്ചെറിയപ്പെട്ടു പോയി. സ്വതന്ത്രമായി പ്രമാണങ്ങളെ വിലയിരുത്താനുള്ള അധികാരം, അത്തരം ഒരു പ്രവണത സമൂഹത്തിന് കൈമാറിക്കൊടുത്താൽ ജൂത ക്രിസ്ത്യാനികൾക്ക് സംഭവിച്ച അപകടം സംഭവിക്കും. അതാണ് ഈ വിഭാഗങ്ങൾക്കൊക്കെയും സംഭവിച്ചത്. അത് തന്നെയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ വിഭാവനം ചെയ്യുന്ന ആശയത്തിന് വിരുദ്ധമായി നിലകൊള്ളുന്ന സർവ്വ ബിദ്അകളും വഹാബികളും ജമാഅത്തുകളും അതുപോലെയുള്ള മുഴുവൻ പിഴച്ച കക്ഷികളും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇതേ പ്രവർത്തനമാണ്. ഇസ്ലാമിലെ ഏറ്റവും ആധികാരികമായ അടിസ്ഥാന തത്വമാണ്, ഏറ്റവും വലിയ അടിസ്ഥാന തത്വമായ തൗഹീദ്. അതിനേക്കാൾ വലിയ ഒരു വിഷയം ഈ ലോകത്തില്ല. അത് മുതൽക്ക് ഇബാദത്ത്, സുന്നത്ത്, ബിദ്അത്ത് തുടങ്ങിയുള്ള അടിസ്ഥാന വിഷയങ്ങളിലൊക്കെയും സ്വഹാബത്ത് മുതൽക്ക് കൈമാറി കിട്ടിപ്പോന്ന ഒരു നിലപാടുണ്ട്. പണ്ഡിതന്മാർ ഇവിടെ വിശദീകരിച്ചു കൃത്യമാക്കി വെച്ചിട്ടുണ്ട്. അത് വിട്ട് സ്വന്തമായി തൗഹീദിനെ സ്ഥാപിക്കാൻ, സ്വന്തമായി തൗഹീദ് ഉണ്ടാക്കാൻ വേണ്ടി മുതിർന്നു. ആ തൗഹീദ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ചില മാനദണ്ഡങ്ങളെ സ്വന്തം പോക്കറ്റിൽ നിന്ന് എഴുന്നള്ളിച്ചു. തൗഹീദിന്റെയും ശിർക്കിന്റെയും ഇടയിലുള്ള വേർപിരിവുണ്ടാക്കുന്നതിന് വേണ്ടി ലോകത്ത് മുസ്ലിമീങ്ങളായി കഴിഞ്ഞുപോയ ഒരു മനുഷ്യനും പറഞ്ഞിട്ടില്ലാത്ത, ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത,
സ്വന്തമായ മാനദണ്ഡങ്ങൾ ഉണ്ടാക്കിയെടുത്തു ശിർക്കും തൗഹീദും വേർപിരിക്കാൻ വേണ്ടി. അതെന്താണ്? ഭൗതികം അഭൗതികം, കാര്യകാരണ ബന്ധം, അതീനം അതീതം, മനുഷ്യ കഴിവ്, സൃഷ്ടി കഴിവ്, ഇങ്ങനെ തുടങ്ങി അവ്യക്തമായ കുറെ വൈരുദ്ധ്യങ്ങളായ കുറെ മാനദണ്ഡങ്ങളെ സ്വന്തമായി ഉണ്ടാക്കി തൗഹീദിനെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു. അവർ സ്വന്തമായി ഒരു തൗഹീദ് സ്ഥാപിച്ചെടുക്കുന്നു. ഇബാദത്തിന്റെ കാര്യത്തിലും എന്താണ് ഇബാദത്ത് എന്ന് പണ്ഡിതന്മാർ ഇവിടെ വിശദീകരിച്ചതിന് പുറമെ അതിനെ മറികടന്നുകൊണ്ട് സ്വന്തമായി ഇബാദത്തിന് വ്യാഖ്യാനമുണ്ടാക്കി. ഇങ്ങനെ ഇവർ നിർമ്മിച്ചെടുത്ത ദീൻ അവരുടെ സ്വന്തം ചിന്തയിൽ നിന്നും അല്പബുദ്ധിയിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന അടിസ്ഥാനങ്ങളെ ദീനായി അവതരിപ്പിക്കുകയും അതിനനുസൃതമായി 3 വക്ത് നമസ്കാരക്കാരൻ ചെയ്തതുപോലെ പരിശുദ്ധ ഖുർആനിന്റെ ആയാത്തുകളെ, പ്രമാണങ്ങളെ ദുരുപയോഗം ചെയ്യുകയും ചെയ്തു. അതിനനുസരിച്ചു പ്രമാണങ്ങളെ വളച്ചൊടിച്ചു, വക്രീകരിച്ചു. അവർ സ്വന്തമായി ഉണ്ടാക്കിയെടുത്തതിന് ഖുർആൻ സുന്നത്ത് കറകളഞ്ഞ തൗഹീദ് എന്ന് പേര് പറഞ്ഞു. നിഷ്കളങ്കരായ കുറെ പാവപ്പെട്ട ആളുകൾ അതിൽ വഞ്ചിതരായി. ഇവരുടെ യുക്തിക്കനുസരിച്ച് കാര്യങ്ങളെ തീരുമാനിക്കുന്നു. യുക്തി എല്ലാവർക്കും ഒന്നല്ല, ചിന്ത എല്ലാവർക്കും ഒന്നല്ല. ഒരുത്തൻ ചിന്തിക്കുന്നതല്ല മറ്റൊരുത്തന് കിട്ടുക. ചിന്തയെ അടിസ്ഥാനപ്പെടുത്തി തൗഹീദ് ഉണ്ടാക്കാൻ മുതിർന്നപ്പോ ഒരുത്തൻ ചിന്തിച്ചപ്പോൾ അവൻ ഒരു തൗഹീദ് കിട്ടി, രണ്ടാമതൊരുത്തൻ ചിന്തിച്ചപ്പോൾ അവന് വേറെ തൗഹീദ് കിട്ടി. അങ്ങനെ തൗഹീദിന്റെ പേരിൽ ആ വിഭാഗം പൊട്ടിപ്പൊളിഞ്ഞു. തെരുവിലിറങ്ങി കടിപിടികൂടി. കണ്ണുള്ളവരൊക്കെയും കണ്ടതല്ലേ, ഇവന്റെ തൗഹീദല്ല മറ്റൊരുത്തന്റേത്, അവന്റേതല്ല മറ്റേ ഗ്രൂപ്പുകാരൻ്റേത്. ഏത് തൗഹീദാ കൂട്ടരേ ഇത്? തൗഹീദിൽ അഭിപ്രായ വ്യത്യാസമോ, തൗഹീദിൽ ഗവേഷണമോ? എന്താണ് തൗഹീദ് എന്ന് പോലും നിങ്ങൾക്ക് വല്ല തിരിച്ചറിവുമുണ്ടോ? തൗഹീദ് എന്ന പേര് പറയാൻ നിങ്ങൾക്ക് അവകാശമുണ്ടോ? നേരം വെളുക്കുമ്പോഴുള്ള തൗഹീദല്ല വൈകുന്നേരമാകുമ്പോ ഇടക്കിടക്ക് അപ്ഡേറ്റ് ചെയ്യപ്പെടുന്ന തൗഹീദാണ് പോലും. ഇതിന് ഖുർആനിന്റെ സുന്നത്തിന്റെ പേരും. ഇങ്ങനെ തുടങ്ങി സർവവും സ്വന്തം യുക്തിക്കനുസരിച്ച് ദീൻ ഉണ്ടാക്കാൻ മുതിർന്നു. അപകടം എവിടെ പതിയിരുന്നു? ആ രൂപത്തിൽ ഒരു വിഭാഗത്തെ അവർ വളർത്തിയെടുത്തു. യുക്തിക്കും ചിന്തക്കും ഭൗതികതക്കും നിരക്കുന്ന തരത്തിൽ ദീനിനെ ഉൾക്കൊള്ളുക എന്ന ഒരു സ്വഭാവം അവർ നിലനിർത്തി. യുക്തിക്ക് ഉൾക്കൊള്ളുന്ന ദീൻ അംഗീകരിക്കുക, യുക്തിക്കനുസരിച്ച് ദീനിനെ വ്യാഖ്യാനിക്കുക. ആ യുക്തിക്ക് അപ്പുറമുള്ള കാര്യങ്ങളാകുമ്പോൾ ഒന്നുകിൽ അതിനെ നിഷേധിക്കുക, അതല്ലെങ്കിൽ അതിനെ യുക്തിക്കനുസരിച്ച് വ്യാഖ്യാനിച്ച് അംഗീകരിക്കുക. അതിനും സാധ്യമാവാതെ വരുമ്പോ അതിനെ മൂടിവെക്കുക, അതിനെ പരാമർശിക്കാതിരിക്കുക. ഈ ഒരു നിലവാരം തുടർന്നു, ഈ നിലപാട് തുടർന്നു പോന്നു. അവരുടെ അനുയായി വൃന്ദത്തെ അവർ ആ രൂപത്തിൽ വളർത്തിക്കൊണ്ടുവന്നു. എപ്പോഴും യുക്തി അംഗീകരിക്കുന്നുവെങ്കിൽ, ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുവെങ്കിൽ അതിനെ ദീനായി അംഗീകരിക്കുക. അല്ലാത്തതിനെ തള്ളിക്കളയുന്ന, നിഷേധിക്കുന്ന, പരിഹസിക്കുന്ന ഒരു സ്വഭാവം ചെറിയ ചെറിയ കാര്യങ്ങൾ മുതൽക്ക് അവർ വളർത്തിക്കൊണ്ടുവന്നു. അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ. ഈ സൂറത്തിന് വ്യാഖ്യാനം നൽകി അവിടെ പ്ലേഗ് ഉണ്ടായി എന്നാണ് അർത്ഥം. ഇങ്ങനെ തുടങ്ങി യുക്തിക്കനുസരിച്ച് ഖുർആനെ വ്യാഖ്യാനിച്ചു, പഠിപ്പിച്ചു. ആ വിഭാഗം ആ രൂപത്തിൽ വളർന്നു വന്നു. യുക്തി കൊണ്ട് അംഗീകരിക്കാൻ പറ്റുന്നത് മാത്രം അംഗീകരിക്കുന്ന ഒരു സ്വഭാവം ആ സമൂഹത്തിലുണ്ടായി. അങ്ങനെ മുന്നോട്ട് നീങ്ങിയപ്പോ യുക്തിയുടെ പരിധിക്കപ്പുറം നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് വഹ്യ്. അത് മനുഷ്യ ബുദ്ധിയുടെ പരിധിക്കപ്പുറം നിൽക്കുന്ന കാര്യമാണ്. അമാനുഷികമായ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അത് അംഗീകരിക്കാൻ പ്രയാസമായി പോയി. ഇതാ കിടക്കുന്നു പുറത്ത്, ഇന്ന് ക്യൂ നിൽക്കുകയാണ്. വഹാബിസത്തിലൂടെ വളർന്നു വന്ന ഓരോരുത്തരായി, അതിന്റെ പ്രചാരകരായി നിലനിന്ന ഓരോരുത്തരായി യുക്തിവാദികളുടെ കൂടാരത്തിലേക്ക് ഓരോന്നോരോന്നായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന കാഴ്ച ഇന്നതാ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ആരാണ് ഇതിന്റെ ഉത്തരവാദികൾ? ആരാണ് അവരെ യുക്തിവാദികളാക്കി വളർത്തിയെടുത്തവർ? ഇതിന്റെ കാരണം എന്താണ്? ഈ വിഭാഗം യഥാർത്ഥത്തിൽ സമൂഹത്തിലെ ഇസ്ലാമിനകത്തുള്ള യുക്തിവാദികളാണ്. വഹാബികൾ ഇസ്ലാമിക യുക്തിവാദികളാണ്. മതത്തിനകത്തുള്ള ഭൗതികവാദികളാണ്.
ആ രൂപത്തിൽ അവരവരുടെ സമൂഹത്തെ വളർത്തിയെടുത്തതല്ലേ ഇതിന്റെ കാരണം? അവരാണ് ഇതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം. ഇവിടെ നാം ഒരു കാര്യം മനസ്സിലാക്കണം. കമ്മ്യൂണിസം പുറത്തു നിന്നുകൊണ്ട് യുക്തിവാദത്തിലേക്ക് ക്ഷണിക്കുന്നവരാണ്. അത് അപകടമാണ്, തീർച്ചയാണ് അത് അപകടമാണ്. അതിൽ നിന്ന് നാം സമൂഹത്തെ അകറ്റി നിർത്തേണ്ടതുണ്ട്. പക്ഷേ ഇസ്ലാമിന് പുറത്താണ്, വ്യക്തമായ കുഫ്റാണ്, അത് നമുക്ക് കൃത്യമായി ബോധ്യമുള്ള കാര്യമാണ്. പക്ഷേ ഈ വിഭാഗം സമൂഹത്തിനകത്ത് നിന്നുകൊണ്ട് പ്രമാണങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് ഖുർആൻ സുന്നത്ത് എന്ന നിറം നൽകിയും കൊണ്ട് ആ രൂപത്തിൽ സമൂഹത്തിന് ഇടയിൽ നിന്നുകൊണ്ട് സമൂഹത്തെ യുക്തിവാദത്തിലേക്ക് നയിക്കുന്നവരാണ്. അതുകൊണ്ട് അത് ചിലപ്പോൾ മറ്റേതിനേക്കാൾ അപകടമാണ്. ഇതെല്ലാവർക്കും വ്യക്തമായ ഒരു കാര്യമാണ്. ആരെങ്കിലുമൊക്കെ കണ്ണടച്ചാൽ വേറുള്ളവർക്ക് ഇരുട്ടാവൂലല്ലോ. എന്നാൽ ഈ വിഭാഗം സമൂഹത്തിന്, മുസ്ലിം സമൂഹത്തിന് മാത്രമല്ല അപകടം. ഇവരുടെ ചിന്താഗതികൾ വളരെ കുടുസാണ്, സങ്കുചിത മനസ്സാണ്. ഈ വിഭാഗം അവരല്ലാത്തവർ അംഗീകരിക്കാൻ അവരെ മനസ്സിന് വിശാലതയില്ലാത്തവരാണ്. ജിഹാദിന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം അംഗീകരിക്കുന്ന ജിഹാദ്, അതിനതിൻ്റെതായ മാനദണ്ഡങ്ങളും നിബന്ധനകളും സാഹചര്യങ്ങളും ഒക്കെ കൃത്യമായി മഹാന്മാരായ ഉലമാക്കൾ, മദാഹിബിന്റെ പണ്ഡിതന്മാർ ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്, വിശദീകരിച്ചിട്ടുണ്ട്. അതംഗീകരിക്കാതെ ജിഹാദിന് സ്വന്തമായ വ്യാഖ്യാനമുണ്ടാക്കി പരിശുദ്ധ ഖുർആനിന്റെ ആയാത്തുകളെ ഇവർ എഴുന്നള്ളിച്ച ജിഹാദിന് വേണ്ടി ദുരുപയോഗം ചെയ്തു. അങ്ങനെ IS പോലെയുള്ള ഭീകര സംഘടനകളിലേക്ക് സമൂഹത്തിന്റെ അകത്ത് നിന്ന് ചെറുപ്പക്കാരെ ഖുർആനിന്റെ ദീനിന്റെ പേരിൽ ആകർഷിച്ച് ആ വിഭാഗത്തിലേക്ക് റിക്രൂട്ട് ചെയ്തവർ, അവരിലേക്ക് കൂട്ടിക്കൊടുത്തവർ ഈ വിഭാഗമല്ലേ? ആ ചെറുപ്പക്കാരെ ഭീകരവാദത്തിലേക്ക് തള്ളിവിട്ടവർ ഈ വിഭാഗമല്ലേ? ഇവർ കൊലയാളി സംഘമാണ്. അവർ ഈ ശിർക്ക്, കുഫ്ർ ആരോപണം മുസ്ലിം ഉമ്മത്തിന് നേരെ നടത്തി ആയിരക്കണക്കായ ആളുകളെ, മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കി. അതിന്റെ ചരിത്രം വീരചരിത്രമായി, അഭിമാന ചരിത്രമായി ഇന്നും അവരവരുടെ രേഖകളിൽ രേഖപ്പെട്ട് കൃത്യമായി വിപണിയിൽ വിറ്റഴിക്കപ്പെടുന്നു. ഇന്നും അത് കൊലയാളി സംഘമാണ്, കൊള്ള സംഘമാണ്, ഭീകരവാദികളാണ്, തീവ്രവാദികളാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ സാമുദായിക സൗഹാർദ്ദം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, സമൂഹത്തിനിടയിൽ സ്പർദ്ധയില്ലാതെ സാഹോദര്യം നിലനിൽക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ, അത് രാഷ്ട്രീയ പാർട്ടികളാവട്ടെ, അധികാരം കൈയാളുന്നവരാവട്ടെ, നിയമപാലകരാവട്ടെ, ആര് തന്നെയാണെങ്കിലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ പ്രവർത്തനം, അതിന്റെ സ്വാധീനം സമൂഹത്തിൽ വർദ്ധിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി അതിന്റെ പ്രവർത്തനങ്ങളെ പിന്തുണക്കുകയും അതിനു വേണ്ടി സഹായിക്കുകയും ചെയ്യുക എന്നത് അവരുടെ ഒക്കെയും മുഴുവൻ ബാധ്യതയാണ്. അല്ലാതിരുന്നാൽ സമസ്തക്ക് ബദലായി ഇവിടെ വരാനുള്ളത് ഈ ഭീകര സംഘടനയാണ്. അത് അപകടമാണ്. സാമുദായിക സൗഹാർദ്ദത്തെ അപകടത്തിലേക്ക് നയിക്കുന്ന അത്തരം വിഭാഗത്തെ പിന്താകുന്നതും അവർക്ക് സമൂഹത്തിൽ അംഗീകാരമുണ്ടാക്കി കൊടുക്കാൻ പോകുന്നതും ഉത്തരവാദപ്പെട്ടവർ വളരെ ഗൗരവത്തോടെ ദൂരേക്ക് ചിന്തിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ അതിന്റെ ഭവിഷ്യത്ത് വളരെ വലുതായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ഈ 100 വർഷത്തെ പ്രവർത്തനം, ഇതിന്റെ ഫലമായി ഈ വിഭാഗം ഇന്നിതാ പൊട്ടിപ്പൊളിഞ്ഞു. വിവിധങ്ങളായ തൗഹീദുകളായി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തകർന്നടിഞ്ഞു കിടക്കുന്ന ഒരവസ്ഥയാണ്. ഇനി ആരും ആ വിഭാഗത്തെ താങ്ങാൻ, അവർക്ക് ഉദ്ഘാടനം ചെയ്തു കൊടുക്കാൻ, അവർക്ക് സമൂഹത്തിൽ അംഗീകാരം ഉണ്ടാക്കി കൊടുക്കാൻ, സമാധാനത്തിന്റെ വാഹകരായി അവർക്ക് നിറം പകർന്നു കൊടുക്കാൻ ഉത്തരവാദപ്പെട്ടവർ മുതിരാൻ പാടില്ല. അതിവിടെ തകർന്നു കിടക്കുകയാണ്. സമസ്തയുടെ പ്രവർത്തനത്തിന്റെ ഫലമായി, 100 കൊല്ലത്തെ പ്രവർത്തനത്തിന്റെ ഫലമായി അതിവിടെ തകർന്നു കിടക്കുകയാണ്. ഇനി അവർക്കൊരു നല്ല നിറം നൽകാൻ ഉത്തരവാദപ്പെട്ടവർ ഒരിക്കലും മുതിരേണ്ടതില്ല. അതൊരിക്കലും സാധ്യവും അല്ല. നമ്മുടെ സമസ്ത അതെന്താണത്? ഏറ്റവും പ്രഗത്ഭരായ പ്രമുഖരായ 40ഓളം പണ്ഡിതന്മാർ കാര്യങ്ങളെ കൃത്യമായി വീക്ഷണം ചെയ്തുകൊണ്ട്
കൃത്യമായ നിലപാടെടുക്കാൻ യോഗ്യരായ കെലിപ്പുള്ള പണ്ഡിതന്മാർ, അവരുടെ തീരുമാനങ്ങൾ അത് വളരെ കൃത്യമാണ്, വ്യക്തവുമാണ്. അത് കൃത്യമായ പഠനത്തിന്റെ യാഥാർത്ഥ്യ ബോധത്തോടുകൂടെ എടുക്കുന്ന തീരുമാനങ്ങളാണ്. അവിടെ ലാഭനഷ്ടങ്ങൾക്കോ ആരുടെയെങ്കിലും തൃപ്തികേടിനോ യാതൊരു സ്ഥാനവും അവിടെയില്ല, യാതൊരു സ്ഥാനവും അവിടെയില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു നിലപാട് തന്നെയാണ് സമസ്തക്ക് പൊതുജനങ്ങൾക്കിടയിൽ കൃത്യമായ സ്വീകാര്യതയും അംഗീകാരവും വിശ്വാസ്യതയും നേടിക്കൊടുത്തതിന്റെ കൃത്യമായ കാരണങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന്. അതിനെ ഇവിടെ സ്ഥാപിച്ചത് മഹാത്മാക്കളായ പണ്ഡിതന്മാരാണ്. ആ മുഖലിസീങ്ങളായ പ്രഗത്ഭരായ ഇരുത്തം വന്ന മഹാന്മാരായ പണ്ഡിതന്മാരാണ് അതിനു വേണ്ടി സേവനം ചെയ്തവർ. അവരാണ് അതിനിവിടെ പ്രചരിപ്പിച്ചവർ. അവരുടെ ജീവിതത്തെ അവർ അതിനു വേണ്ടി സമർപ്പിച്ചു, സർവ്വതും അവർ അതിനു വേണ്ടി സമർപ്പിച്ചു. ആ പ്രസ്ഥാനത്തിന് വേണ്ടി അവർ ജീവിച്ചു, അവർ അതിനെ വളർത്തിയെടുത്തു, അവരതിനു വേണ്ടി ദുആ ചെയ്തു. അതിനു വേണ്ടി പ്രവർത്തിക്കുന്നവർക്കും അവർ ദുആ ചെയ്തു. അതിനെതിരായി പ്രവർത്തിക്കുന്നതിരെയും അവർക്കും വേണ്ടി അവർക്കെതിരെയും അവർ ദുആ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സമസ്തക്ക് വേണ്ടി അധ്വാനിക്കുന്ന, രാപ്പകലില്ലാതെ വേർപ്പൊലിപ്പിക്കുന്ന അധ്വാനിക്കുന്ന സമൂഹമേ, നമ്മുടെ SKSSന്റെ പ്രവർത്തകർ, വികായുടെ പ്രവർത്തകർ, മറ്റുള്ള സമസ്തയെ സ്നേഹിക്കുന്ന പ്രവർത്തകർ, നിങ്ങൾക്ക് സന്തോഷിക്കാം. ആ മഹാന്മാരുടെ പ്രാർത്ഥനയുടെ ഒരംശം നമുക്കൊക്കെ ഇൻഷാ അല്ലാഹ് ഉണ്ടാകും. അതുപോലെ തന്നെ മറ്റൊരു വിഭാഗത്തോട് പറയാനുള്ളത്, ഈ നിലക്ക് കഴിഞ്ഞുപോയ 100 കൊല്ലത്തെ പ്രവർത്തനം, വലിയ വലിയ മഹാന്മാർ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് നേടിയെടുത്ത ഈ സമസ്ത, ഇന്നീ കാണുന്ന സമസ്ത, അതിനെതിരെ പ്രവർത്തിക്കുന്നവർ, ആ പ്രകാശത്തെ കെടുത്തിക്കളയാമെന്ന് വ്യാമോഹിക്കുന്നവർ, അവർ ഭയപ്പെട്ടുകൊള്ളട്ടെ. ആ മഹാന്മാർ അവർക്കെതിരെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതിന്റെ ദുഷ്ഫലം അനുഭവിക്കേണ്ടി വരും. ഒരുപക്ഷെ ആഖിബത്തിനെ വരെ ബാധിക്കാൻ അത് സാധ്യതയുള്ളതാണ്. സൂക്ഷിച്ചുകൊള്ളണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് ഈ സമസ്ത ഇതാ നമ്മുടെ സയ്യിദുൽ ഉലമയുടെ കയ്യിലാണ്. ഇന്നതിനെ വഹിക്കാൻ, ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഏറ്റവും യോഗ്യൻ സയ്യിദുൽ ഉലമ തന്നെയാണ്. വളരെ ക്ലിയറായ വ്യക്തമായ പാരമ്പര്യമുള്ള വ്യക്തിയാണ്. ഇരുത്തം വന്ന പണ്ഡിതനാണ്. ഏത് വിഷയങ്ങളെയും ആഴത്തിൽ ഇറങ്ങി പഠിപ്പിക്കാനും കഴിവുള്ള യോഗ്യനായ പണ്ഡിതനാണ്. ശംസുൽ ഉലമക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയായിരുന്നു. ഞങ്ങൾ ദാറുസ്സലാമിൽ പഠിക്കുന്ന കാലഘട്ടം, അന്നവിടെ ശംസുൽ ഉലമ കോളേജിന്റെ പ്രിൻസിപ്പളാണ്. ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് ആ ശംസുൽ ഉലമയുടെ കീഴിൽ അവിടെ മുദരിസാണ്. അത് തന്നെ വേറൊരു അംഗീകാരമാണ്. ശംസുൽ ഉലമ അങ്ങനെ ആരും മുദരിസാറ്റി നിർത്തുന്നില്ല. ഞാൻ നിർത്താണ്, ഉസ്താദിന് പ്രയാസാവുന്നുണ്ട്. ശംസുൽ ഉലമ അങ്ങനെ എല്ലാവരെയും അവിടെ മുദരിസായിട്ട് നിർത്തുന്നില്ല. ശംസുൽ ഉലമന്റെ കീഴിൽ മുദരിസായി ജോലി ചെയ്യാൻ അനുവദിക്കാന്ന് പറഞ്ഞാൽ തന്നെ അത് വേറൊരു അംഗീകാരം. പക്ഷേ സയ്യിദുൽ ഉലമ തങ്ങൾ ഉസ്താദിനോട് പ്രത്യേക ഒരു സ്നേഹമാണ്. ഈ ഉള്ളവൻ 94-95 കാലഘട്ടത്തിലാണ് ദാറുസ്സലാമിൽ പഠിക്കുന്നത്. ഈ 95-ാം വർഷം ആ കാലഘട്ടത്തിൽ ശംസുൽ ഉലമക്ക് എളിയ ഖിദ്മത്ത് ചെയ്യാനും അടുത്ത് ഇടപഴകാനും പെരുമാറാനും അവസരം കിട്ടിയ ഒരു വ്യക്തിയാണ് ഞാൻ. പലപ്പോഴും മഹാനായ തങ്ങൾ ഉസ്താദിനെ സംബന്ധിച്ച് ശംസുൽ ഉലമ എന്നോട് പറയാറുണ്ട്, തങ്ങള് ഇങ്ങനെ പറയും, തങ്ങളെ പറ്റിയിട്ട് തങ്ങളുടെ ഗുണങ്ങൾ, സ്വഭാവ ഗുണങ്ങളെ പറ്റി പറയും. അത് വലിയ ആവേശമായിരുന്നു. അതെടുത്തെടുത്ത് പലപ്പോഴും പറയുന്നു, ഞാൻ കേട്ടിട്ടുണ്ട്. ഒരിക്കൽ ഒരൊറ്റ കാര്യം മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഒരിക്കൽ ഞാൻ ഷെയ്ഖുനാക്ക് ഭക്ഷണം വെച്ചു കൊടുത്തു. ചെറിയ ഖിദ്മത്തായി റൂമിലുണ്ട്, ഷെയ്ഖുനായുടെ റൂമിലുണ്ട്. ആ സമയത്ത് ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് ജംഉൽ ജവാമിയും കൊണ്ട് ഷെയ്ഖുനായുടെ റൂമിലേക്ക് വരികയാണ്. തങ്ങള് മുത്തവൽ ക്ലാസുകൾ ധാരാളം തങ്ങൾക്കുണ്ട്. അന്ന് അവിടെ മുഖ്തസർ ക്ലാസ്സുമുണ്ട്. മുഖ്തസറിൽ തങ്ങൾക്ക് ജംഉൽ ജവാമി ക്ലാസ് ഉണ്ട്. ഈ ക്ലാസ് എടുക്കാൻ വേണ്ടി പോകുന്നതിന് മുമ്പ് ജംഉൽ ജവാമിയിൽ തങ്ങൾ ഉസ്താദിന് ചെറിയൊരു സംശയം. ആ സംശയം തീർക്കുന്നതിന് വേണ്ടിയാണ് ഷെയ്ഖുനായുടെ റൂമിൽ വന്നിട്ടുള്ളത്. അതെന്താണ്? മുർസലായ ഹദീസ് ഹുജ്ജത്താണോ അല്ലയോ എന്ന ചർച്ചയ്ക്കിടയിൽ ഒരു താബിഈയായ വ്യക്തി അള്ളാഹുവിന്റെ റസൂലിലേക്ക് ഇർസാൽ ചെയ്തുകൊണ്ട് ഒരു കാര്യം പറയുമ്പോൾ, പ്രത്യക്ഷത്തിൽ അത് പറയുന്ന സമയത്ത് അതിനിടയിൽ നഷ്ടപ്പെട്ട വ്യക്തി സഹാബിയായിരിക്കും. അവിടെ ജംഉൽ ജവാമി പറയുന്നുണ്ട്, ആ നഷ്ടപ്പെട്ട വ്യക്തി സഹാബിയാണെങ്കിലും ഹുജ്ജത്തല്ല. അപ്പൊ തങ്ങൾ അവിടെ ചോദിക്കുകയാണ്, സ്വഹാബിമാര് മുഴുവനും കുല്ലുഹും ഉദൂലുൻ എന്നല്ലേ? സ്വഹാബത്തിന്റെ കാര്യത്തിൽ സംശയമില്ലല്ലോ, അവരൊക്കെ ഉദൂലാണ്, യോഗ്യരാണല്ലോ.
അപ്പൊ നഷ്ടപ്പെട്ട വ്യക്തി സഹാബിയാണെങ്കിൽ പിന്നെ ഈ ഹദീസ് എങ്ങനെ ഹുജ്ജത്തല്ലാതെയാവുന്നു? എന്താ പ്രശ്നം? അപ്പൊ ശൈഖുന പറഞ്ഞു കൊടുത്തു, അത് ഒരു താബിഈയായ വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഒരു കാര്യത്തെ ഇർസാൽ ചെയ്താൽ പ്രത്യക്ഷത്തിൽ അവിടെ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ സനദിൽ നിന്ന് ഇല്ലാതെയായ വ്യക്തി സഹാബിയായിരിക്കണം. അത് ലാഹിറൻ അങ്ങനെയാണ്. പക്ഷേ പലപ്പോഴും താബിഈങ്ങളെ തൊട്ട് തന്നെ റിവായത്ത് ചെയ്യാറ് പതിവുണ്ട്. പ്രത്യേകിച്ച് സിഗാറു താബിഈൻ, ഇമാം സുഹരിയൊക്കെ പോലെയുള്ള സിഗാറു താബിഈങ്ങളാകുമ്പോൾ അവർ പലപ്പോഴും താബിഈനെ തൊട്ട് റിവായത്ത് ചെയ്യാറുണ്ട്. അത് ധാരാളമായുണ്ട്. അതുകൊണ്ട് നഷ്ടപ്പെട്ട വ്യക്തി പ്രത്യക്ഷത്തിൽ സഹാബിയാണെങ്കിലും അവിടെ മറ്റൊരു സാധ്യത കൂടുതലുണ്ട്. അതൊരു വിരളമായ സാധ്യതയല്ല. അതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് അവിടെ നഷ്ടപ്പെട്ടത് പ്രത്യക്ഷത്തിൽ സഹാബിയാണെങ്കിലും അല്ലാതിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് അത് ഹുജ്ജത്തല്ല എന്ന് പറഞ്ഞത്. ഇതങ്ങോട്ട് പറഞ്ഞപ്പോൾ തങ്ങൾ ഉസ്താദിന് നല്ല സന്തോഷമായി. തങ്ങൾ ഉസ്താദ് പിന്നീട് പറയും ചെയ്തു. തങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോ പറയുകയാണ്, കണ്ടോ തങ്ങൾ ഉസ്താദ് ഒരു സംശയം വന്നപ്പോ അത് തീർക്കാൻ വേണ്ടി ശൈഖുനായുടെ അടുത്ത് വന്നത് വലിയ സന്തോഷായി. തന്റെ ശിഷ്യന്മാർക്ക് കിതാബ് ഓതി കൊടുക്കാൻ, ക്ലാസ് എടുത്തു കൊടുക്കാൻ വേണ്ടി പോവാൻ. അപ്പൊ തനിക്കതിലുള്ള അവ്യക്തത തീർത്തിട്ട് വേണം ക്ലാസ് എടുത്ത് കൊടുക്കാൻ എന്ന ഒരു നിർബന്ധമല്ലേ തങ്ങൾ അതിന് പ്രേരിപ്പിച്ചത്? ഏൽപ്പിച്ച ഉത്തരവാദിത്തം അത് പരമാവധി കൃത്യമായി, ഭംഗിയായി, ആത്മാർത്ഥമായി നിർവഹിക്കണമെന്ന നിർബന്ധം തങ്ങൾ ഉസ്താദിന് ഉണ്ട് എന്ന് ശൈഖുന മനസ്സിലാക്കിയതിന്റെ സന്തോഷം ശൈഖുന എടുത്തെടുത്ത് പറയുന്നുണ്ടായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ദറജാത്തുകൾ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. അതുകൊണ്ട് ആ തങ്ങൾ ഉസ്താദ് അത് നമ്മുടെ അഭിമാനമാണ്, അത് നമ്മുടെ നേതാവാണ്, ധീരമായ നിലപാടിന്റെ ഉടമസ്ഥനാണ്. സമസ്തയുടെ പ്രകാശിക്കുന്ന ചരിത്ര താളുകളിലെ വെട്ടിത്തിളങ്ങുന്ന അധ്യായം കൂടിയാണ് മഹാനായ തങ്ങൾ ഉസ്താദ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ നേതൃത്വത്തിന് കീഴിൽ നിന്നുകൊണ്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് വേണ്ടി നമ്മാലാവുന്നതൊക്കെയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കുമാറാവട്ടെ. നമ്മുടെ സുന്നി സെന്റർ, നമ്മുടെ പ്രവർത്തനങ്ങൾ അതിലൊക്കെയും എല്ലാവരും കഴിയുന്ന വിധത്തിൽ ഭാഗവാക്കാവണമെന്ന് പ്രത്യേകം ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. വാഹിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മലയാളിയുടെ ഹൃദയ നോവുകളിൽ വേദനയുടെ മുറിപ്പാടായി മാറിയ വയനാട് ദുരിതബാധിതർക്കായുള്ള പ്രാർത്ഥനക്ക് ഈ സദസ്സ് സാക്ഷ്യം വഹിക്കുന്നു. പ്രാർത്ഥന നിർവഹിക്കുന്നതിന് വേണ്ടി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ